بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. പറഞ്ഞുകൊണ്ടിരുന്നത് ദിക്റുൽ മൗത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. സൂറ് ഊതിയതിനു ശേഷമുള്ള കാര്യങ്ങൾ, അത്തരം വിഷയങ്ങൾ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. നാവിന്റെ വിശ്വാസമായാൽ പോരാ. നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഖൽബ് കൊണ്ട് തക്ദീബ് കളവാക്കുകയും ചെയ്യുന്ന അവസ്ഥ പാടില്ല. അത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും. അത് സംബന്ധമായ കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, വ ഇന്നമാ ഫുതൂറുൽ ബവാത്തിനി, ഈ ഉള്ളകങ്ങൾക്ക് ക്ഷീണമുണ്ടാകാൻ കാരണം ആന്തരിക ഭാഗങ്ങൾ തളരുന്നത്, അൻകൂവത്തിൽ യക്കീനി, യക്കീനിന്റെ കൂവത്തിനെ തൊട്ട് ആന്തരിക ഭാഗങ്ങൾ തളരാൻ കാരണം തസ്ദീഖ് ബിൽ ബഅസി വൻ നുശൂരി, ബഅസ് നുശൂറിനെ കൊണ്ടുള്ള തസ്ദീഖിനെ തൊട്ടും യക്കീനിന്റെ കൂവത്തിനെ തൊട്ടും ആന്തരിക ഭാഗങ്ങൾ തളരാൻ കാരണം, അഥവാ ആന്തരികമായി ബാത്തിനിയായി നോക്കുകയാണെങ്കിൽ അയാളുടെ ഖൽബില് യക്കീനിന്റെ കൂവത്ത് പോരാ, തസ്ദീഖിന്റെയും ബഅസ് നുശൂറിന്റെ തസ്ദീഖിന്റെയും കൂവത്ത് പോരാ. അങ്ങനെ ആകാൻ കാരണം എന്താണ്? ലിഖില്ലത്തിൽ ഫഹ്മി ഫി ഹാദൽ ആലം, ഈ ലോകത്തിൽ മനസ്സിലാക്കൽ, ഫഹ്മ്, കാര്യങ്ങൾ ഗ്രഹിക്കൽ, ഗ്രഹണശേഷി കുറഞ്ഞതിന്റെ പേരിലാണ്. എന്തിനെ കുറിച്ചുള്ള ഗ്രാഹ്യശേഷി? ലി അംസാലി തിൽക്കൽ ഉമൂരി, ഈ കാര്യങ്ങളെ പോലുള്ള, മുകളിൽ പറഞ്ഞ ആഖിറത്തിന്റെ കാര്യങ്ങളെ പോലുള്ളതിനെ കുറിച്ചുള്ള ഗ്രാഹ്യശേഷി കുറവായ കാരണത്താലാണ്. അഥവാ അതിലേക്ക് അവൻ ചിന്തിക്കുന്നില്ല, ഗ്രഹിക്കാൻ ഉദ്യമിക്കുന്നുമില്ല. വലൗലം യുശാഹിദിൽ ഇൻസാനു, ഉദാഹരണമായി വലൗലം യുശാഹിദിൽ ഇൻസാനു, ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, തവാലുദൽ ഹയവാനാത്തി, ജീവികളുടെ പ്രത്യുൽപാദനത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, ജീവികൾ എങ്ങനെയാണ് പ്രത്യുൽപാദനം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ. വഖീലലോ, അയാളോട് പറയപ്പെട്ടു, ഇന്ന സാനിഅൻ, നിശ്ചയമായും ഒരു നിർമ്മാതാവ്, യസ്നഉ, അയാൾ നിർമ്മിക്കുന്നു, മിനൻ നുത്ഫത്തി, മനുഷ്യന്റെ ബീജതുള്ളിയിൽ നിന്നും, അൽ ഖദ്റത്ത്, നികൃഷ്ടമായ ബീജതുള്ളിയിൽ നിന്നും, മിസ്ല ഹാദൽ ആദമി, ഈ മനുഷ്യനെ പോലുള്ളതിനെ സൃഷ്ടിക്കുന്നു, അൽ മുസവ്വരി, ഈ ഉന്നതമായ രൂപം കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ട, അൽ ആക്കിരി, ബുദ്ധിയുള്ളവനായ, അൽ മുത്തക്കല്ലിമി, തക്കല്ലിം, സംസാരശേഷിയുള്ളവനായ, അൽ മുത്തസരിഫി, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവനായ, കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനായ ഈ കഴിവുള്ള മനുഷ്യനെ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറയപ്പെട്ടാൽ ലസ്തദ്ദ നുഫൂറു ബാത്തിനിഹി, അയാളുടെ ആന്തരികതയുടെ നുഫൂർ, അതിനെ നിരാകരണം ശക്തമാകും. അനി തസ്ദീഖ് ബിഹി, അതിനെ വാസ്തവമാക്കുന്നതിനെ തൊട്ട് അവന്റെ അന്തരംഗം നിരാകരിക്കുക എന്നുള്ളത് ശക്തമായ നിരാകരണം ഉണ്ടാകും. വലുതാലിക, ഇക്കാരണത്താൽ തന്നെ ഖാല അല്ലാഹു തആല പറഞ്ഞു, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ, അവൻ ചിന്തിക്കുന്നില്ലേ, അവൻ അറിയുന്നില്ലേ, അന്നാ ഖലഖനാഹു, നാം മനുഷ്യനെ പടച്ചു, മിൻ നുത്ഫത്തിൻ, ഒരു തുള്ളി ബീജത്തിൽ നിന്നും. ഇത് അന്നേരത്ത് അവൻ ഹുവ ഖസീമുൻ മുബീൻ, വ്യക്തമായ ഹസീമായി, വ്യക്തമായ താർക്കികനായി മാറുകയാണ് നമ്മളോട്. അല്ലാഹു തആല പറഞ്ഞു, അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുവോ, അൻ യുത്രക, അവനെ ഉപേക്ഷിക്കപ്പെടുമെന്ന്, വെറുതെ വിട്ടേക്കുമെന്ന്, സുധ, ദീർഘാവിലായ നിലയിൽ ചോദ്യം ചെയ്യപ്പെടാതെ, ശിക്ഷാരക്ഷകൾ തീരുമാനിക്കപ്പെടാണ്ട് വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുവോ? അലം യക്കു, അവനായിരുന്നില്ലേ, നുത്ഫത്തൻ, ഒരു തുള്ളി ബീജം, മിൻ മനിയിൽ, മനിയിൽ നിന്നുള്ള ഒരു ചെറിയ നുത്ഫ, യുംന, പുറപ്പെടുവിക്കപ്പെടുന്ന മനിയിൽ, ആ മനിയിൽ നിന്നുള്ള ഒരു തുള്ളി ആയിരുന്നില്ലേ, സുമ, പിന്നീട് കാന അലക്കത്തൻ, അവൻ രക്തക്കട്ടയായി, അങ്ങനെ ഫഖലക, അല്ലാഹു തആല അവനെ പടച്ചു, ഫസവ്വ, അവൻ അല്ലാഹു തആല അവനെ ചൊവ്വാക്കി, ന്യൂനതയില്ലാതെ അന്യൂനമാക്കി പടച്ചു. അങ്ങനെ ഫജഅല മിൻഹു സൗജൈനി, ആ മനുഷ്യനിൽ നിന്ന് തന്നെ ഇണകളെ അവനാക്കി, അദ്ദക്കറ വൽ ഉൻസ, പുരുഷനെയും സ്ത്രീയെയും ഇണകളായി അവൻ പടച്ചു. ഇതെല്ലാം അല്ലാഹു ചെയ്ത ഉന്നതമായ അനുഗ്രഹങ്ങളാണ്, ചിന്തിക്കണം. അപ്പൊ ഫഫി ഖൽഖിൽ ആദമി, മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട്, മഅ കസറത്തി അജായിബിഹി,
അവൻ്റെ സൃഷ്ടിപ്പല്ലാത്ത അത്ഭുതങ്ങളുള്ളതോടുകൂടെ വഖ്തിലാഫി തർക്കീബി അഅദാഇഹി അവൻ്റെ അവയവങ്ങളുടെ തർക്കീബ് അതിൻ്റെ ഘടന വ്യത്യസ്തമായതോടുകൂടെ വ്യത്യസ്തങ്ങളായ ഘടനയിൽ മനുഷ്യനെ പടച്ചു. അവൻ്റെ അത്ഭുതങ്ങൾ അവൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ വളരെ കൂടുതലുള്ളതോടുകൂടെ ഇതെല്ലാം ഉള്ളതോടുകൂടെ മനുഷ്യനെ ആ രൂപത്തിൽ പടച്ചതിലുണ്ട് ആജീബു തസീദു അലൽ ആജീബ് അത്ഭുതങ്ങളുടെ മേൽ വർദ്ധിച്ച അത്ഭുതമുണ്ട്. എപ്പോ ഫി ബഅസിഹി വ ഇആദതിഹി അവനെ പുനരുദ്ധരിപ്പിക്കുന്നതിലും അവനെ മടക്കുന്നതിലുമുള്ള അത്ഭുതമുണ്ടല്ലോ. അവനെ വീണ്ടും സൃഷ്ടിക്കുക, പുനഃസൃഷ്ടി നടത്തുക മരിച്ചതിന് ശേഷം. അതിലുണ്ടാകുന്ന അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതമാണ് അത്ഭുതകരമായി മനുഷ്യനെ ആദ്യം പടച്ചു എന്നുള്ളത്. അതായി പറഞ്ഞു ഫീ ഖൽഖിൽ ആദമി മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട് അവൻ്റെ അജായിബ് അവൻ്റെ ഉള്ളിലുള്ള അത്ഭുത കാര്യങ്ങൾ വർദ്ധിച്ച അത്ഭുത കാര്യങ്ങൾ ഉള്ളതോടുകൂടെ അവൻ്റെ അവയവങ്ങളുടെ തർക്കീബുകൾ ഇഖ്തിലാഫായതോടുകൂടെ ഘടനകൾ വ്യത്യസ്തമായതോടുകൂടെ മനുഷ്യന് ചെറിയ ചെറിയ വ്യത്യാസം, കോടിക്കണക്കിന് മനുഷ്യനും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ പടച്ചതിലുണ്ട് എന്തുണ്ട്? ആജീബ് അത്ഭുതങ്ങളുണ്ട്. അതില് തസീദു അലൽ ആജീബി ഫി ബഅസിഹി വ ഇആദതിഹി അവനെ പിന്നീട് ബാസി ചെയ്യുന്നതിലും പിന്നീട് അവനെ പുനർജീവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിലും ഉള്ള അത്ഭുതങ്ങളെക്കാൾ മികച്ച അത്ഭുതം ഈ ആദ്യത്തെ പടപ്പിലുണ്ട്. ഇതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അവൻ ചിന്തിക്കില്ല. അപ്പൊ കൈഫ പിന്നെ എങ്ങനെ യുങ്കിറു ദാലിക ഇതിനെ അവൻ നിഷേധിക്കും മിൻ ഖുദ്റത്തില്ലാഹി തആല വ ഹിക്മതിഹി ഇതിനെ എങ്ങനെ നിഷേധിക്കും മിൻ ഖുദ്റത്തില്ലാഹി തആല വ ഹിക്മതിഹി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനാലും അവൻ്റെ ഹിക്മത്തിനാലുമുള്ള ഈ പറയുന്ന അത്ഭുതങ്ങൾ അവൻ എങ്ങനെ ഈ കാര്യങ്ങളെ അവൻ എങ്ങനെ നിഷേധിക്കും? അല്ല, അതിനെ നിഷേധിക്കുന്നത് എങ്ങനെ? ആര്? മൻ യുശാഹിദു ദാലിക അതിനെ കാണുന്നവൻ ഫി സുൻഅതിഹി വ ഖുദ്റതിഹി അള്ളാഹുവിൻ്റെ സുന്നത്തിലും അവൻ്റെ നിർമ്മിതിയിലും അവൻ്റെ കുതിരത്തിലും അതിനെ കാണുന്നവൻ. കാണാത്തവൻ്റെ ആരാ നേരത്തെ പറഞ്ഞ്? കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ജീവികളുടെ പ്രത്യുൽപാദനം അറിഞ്ഞില്ലെങ്കിൽ എന്താ നാം മുകളിൽ പറഞ്ഞ്. ഇനിയിപ്പോൾ അതിനെ കാണുകയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യുൽപാദനം എങ്ങനെയാണെന്ന്. അപ്പൊ അവൻ പിന്നെ എങ്ങനെ നിഷേധിക്കും? അവനക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അവൻ അറിയാം പ്രത്യുൽപാദനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ എങ്ങനെ അവൻ നിഷേധിക്കും? മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. യുങ്കിറുവിന്റെ ഫാഇൽ മൻ യുശാഹിദു എന്നുള്ളതാണ്. അപ്പൊ ഫൈൻകാന ഫി ഈമാനിക്ക നിന്റെ ഈമാനിൽ ഉണ്ടെങ്കിൽ ലോഫിൻ അഥവാ ബലഹീനത ഉണ്ടെങ്കിൽ ഫഖവ്വിൽ ഈമാൻ നീ ബലപ്പെടുത്ത് ബിൻ നദിരി ഫിൻ നശ്അത്തിൽ ഊല ആദ്യ നിർമ്മിതിയെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ആദ്യത്തെ അവന്റെ നിർമ്മാണം അതിനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടുവന്നിട്ട് നിന്റെ ഈമാനെ നീ ഉറപ്പിക്കുക. കാരണം ഫൈന സാനിയത്ത ഈ രണ്ടാമത്തെ പ്രത്യുൽപാദനം രണ്ടാമത്തെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത് മിസ്ലുഹ ആദ്യത്തെ പോലെ തന്നെയാണ് എന്നല്ല വാസ്ഹലുമിന്ന ആദ്യത്തിനേക്കാൾ എളുപ്പമാണ്. ആദ്യം ഒന്നുണ്ടാക്കിയ പിന്നെ രണ്ടാമതുണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലല്ലോ. വൈൻകുന്ത നീ ആണെങ്കിൽ കവിയൽ ഈമാനി ബിഹ ഇവകളെ കുറിച്ചുള്ള നല്ല കവിയായ ഈമാൻ ഉണ്ടെങ്കിൽ ഫാഷ്ഖുർ കൽബക നിന്റെ കൽബിനോട് നീ അറിയിക്ക് തിൽക്കൽ മഖാവിഫ ഈ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അറിയിക്കുക. ഇനി വരാൻ പോകുന്ന ഭയാനകമായ അവസ്ഥകൾ വല്ല അഖ്താറ ഭയാനകമായ പല ഘടകങ്ങളെ കുറിച്ച് നീ എന്ത് ചെയ്യും? ആ കൽബിനോട് അറിയിക്കുക. അക്സറു ഫീഹ അതിലേറ്റവും കൂടുതലുള്ളത് തഫക്കുറു ആ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തഫക്കുറു വൽ ഒത്തുബാർ ചിന്തയും ഗുണപാഠം ഉൾക്കൊള്ളലുമാണ്. കൽബിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. എന്തിനാൽ തസ്ലുബ അൻ കൽബിക നിന്റെ കൽബിനെ തൊട്ട് ഊരിപ്പോകാൻ വേണ്ടി റാഹത്ത് ദുന്യാവിന്റെ റാഹത്ത് വൽ ഖറാറു അവിടെ ഉറച്ചു നിൽക്കുമെന്നുള്ള ആ ചിന്തയെല്ലാം ഊരിപ്പോകാൻ വേണ്ടി ഗുണപാഠം ഉൾക്കൊള്ളുക, ചിന്തിക്കുക. അങ്ങനെ ഫതശ്ഗലു നീ ജോലിയാകണം ബിത്തശമ്മുരിൽ അർളി അലൽ ജബ്ബാർ ജബ്ബാറായ അള്ളാഹുവിന്റെ മേലുള്ള അർള് ആ ജബ്ബാറായ അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തുക. അതാണ് അർള്. അതിനു വേണ്ടിയുള്ള പരിശ്രമവുമായി നീ വ്യാപൃതനാകണം. ജബ്ബാറായ അള്ളാഹുവിന് മുമ്പിൽ നിർത്തുന്ന ആ അവസ്ഥയുണ്ടല്ലോ അതിനു വേണ്ടി തയ്യാറാകാൻ ഉള്ള പരിശ്രമവുമായി നീ വ്യാപൃതനാകണം. തഫക്കറു നീ ചിന്തിക്കണം. ആദ്യം ഫീമാ യഖ്റഉ സമഅ സുക്കാനിൽ ഖുബൂരി ഖബറിലെ താമസക്കാരുടെ കേൾവിയെ മുട്ടിവിളിക്കുന്ന ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കണം. അതെന്താണത്? ഖബറിൽ താമസക്കാരുടെ കേൾവിയെ മുട്ടിവിളിക്കുന്നത് മിൻ ശിദ്ദത്തി നഫ്ഖി സൂരി സൂറിന്റെ കാഹളത്തിന്റെ ഊതലിന്റെ കാഠിന്യതയാണ്. വല്ലാത്ത കാഠിന്യതയാണ്. ഖബറിന്റെ ഉള്ളിൽ നുരിമ്പിച്ചു പോയവരെയും ആ കാഹളത്തിന്റെ ഊതലിന്റെ ശക്തിയിൽ ഉയർന്നു വരും.
അത് സൈഹത്തുൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമാണ്. തൻഫരിജു ബിഹൽ ഖുബൂർ, ഖബറുകൾ അതുകൊണ്ട് പൊട്ടി പിളരും. അൻ റുഊസിൽ മൗത്ത, മരണപ്പെട്ടവരുടെ ശിരസുകളെ തൊട്ട് ആ ഭാഗം പൊട്ടി പിളരും. അങ്ങനെ ഫയസൂറൂന, അവർ ഓടിപ്പോകും. ദഫ്അത്തൻ വാഹിദത്തൻ, ഒറ്റയടിക്ക് അവരെല്ലാം കൂടെ ഓടി എഴുന്നേൽക്കും. അങ്ങനെ ഫതവഹമു നഫ്സക, നിന്റെ നഫ്സിൽ നീ ഊഹിക്കണം. എങ്ങനെ? വഖദ് വസബ്ത, നീ ചാടി എഴുന്നേറ്റു. മുതഗയ്യിറൻ വജ്ഹുക, നിന്റെ മുഖം വിവരണമായ നിലയിൽ, വ്യത്യസ്തമായ നിലയിൽ. മുഗ്ബറൻ ബദനുക, നിന്റെ ശരീരം പൊടിപൊടിച്ച നിലയിൽ. മിൻ ഫർഖിക, നിന്റെ ശിരസിന്റെ നിർഗന്ധല മുതൽ ഇലാ കദമി, കാല് വരെ മൊത്തം പൊടിയാണ്. മിൻ തുറാബി ഖബരിക, നിന്റെ ഖബറിന്റെ മണ്ണിനാലുള്ള പൊടി. മബ്ഹൂതൻ മിൻ ശിദ്ദത്തി സഹഖത്തി, കഠിനമായ ആ അട്ടഹാസത്തിന്റെ കാഠിന്യതയാൽ നീ എന്താണ്? പരിഭ്രാന്തനാണ്. ഷാഹിസൽ ഐനി, കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നവനാണ്. നഹ്വൻ നിദായി, അള്ളാഹുവിന്റെ വെളിയാളത്തിന്റെ ഭാഗത്തേക്ക് കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. വഖദ് സാറൽ ഖൽഖു, സിട്ടികളെല്ലാം കൂടെ എഴുന്നേറ്റ് ഓടി വരും. സൗറത്തം വാഹദൻ, ഒറ്റ ഓട്ടമായിരിക്കും ശബ്ദം കേൾക്കുമ്പോൾ. മിനൽ ഖുബൂരി, ഖബറുകളിൽ നിന്നും. അല്ലത്തി, എങ്ങനത്തെ ഖബറാണ്? ഖാല ഫീഹ ബലാഉഹും, ആ ഖബറിൽ അവരുടെ ബലാ ദീർഘമായി, ഒരുപാട് കാലം അവിടെ പരീക്ഷണം അനുഭവിച്ചതാണ്. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ചാടി എഴുന്നേറ്റ് ഓടും. വഖദ് അസ്അജഹും, അവരെ ഇളക്കി പുറപ്പെടുവിക്കും. അൽ ഫസഉ, ഭയാനകത. വറുഉബു, പേടിയും. മുളാഫൻ ഇലാ മാ കാന ഇൻദഹും, അവരുടെ ഉള്ള ഒന്നിലേക്ക് ചേർക്കപ്പെട്ട നിലയിൽ. അവരുടെ ഉള്ള ഒന്നെന്താണ്? മിനൽ ഹുമൂമി, മനക്ലേശത്തിനാൽ. വൽ ഹുമൂമി, ദുഃഖത്തിനാലും. വശിദ്ധത്തിൽ ഇന്തിദാലും, അല്ലാത്ത കഠിനമായ പ്രതീക്ഷയാലും. ഇതെല്ലാമായിട്ട് ഖബറിൽ കഴിയുകയായിരുന്നു. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവനെ, അവരുടെ ആ അട്ടഹാസത്തിന്റെ ഭയാനകത അവരെ ഇളക്കി പുറപ്പെടുവിക്കും. അതാണ് വശിദ്ധത്തിൽ ഇന്തിദാലിൽ ആക്കിബത്തിൽ അന്തി, കാര്യത്തിന്റെ പരിണതിയെക്കുറിച്ചുള്ള അവരുടെ കഠിനമായ പ്രതീക്ഷ. ഇതെല്ലാം ഉണ്ട് ദുന്യമിന് ഖബറിൽ. അതെല്ലാം ഉള്ളതോടുകൂടെ ഈ അട്ടഹാസം വരുമ്പോൾ അട്ടഹാസം അവരെ അതിൽ നിന്നെല്ലാം ഇളക്കി പുറപ്പെടുവിക്കും. കമാ ഖാല അല്ലാഹു തആല പറഞ്ഞതുപോലെ, വനുഫിഖ ഫിസ്സൂരി ഫസഅക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്. വനുഫിഖ ഫിസ്സൂരി, സൂറിലൂതപ്പെടും. അപ്പോൾ ഫസഅക, പരിഭ്രാന്തമാകും, അല്ലെങ്കിൽ ബോധരഹിതരാകും. മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവനും എന്താകും? അട്ടഹാസത്തിൽപ്പെട്ട് ബോധരഹിതരായി മരിച്ചു വീഴും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒഴികെ. സുമ്മ, പിന്നീട് നുഫിഖ ഫീഹി, ആ സൂറിൽ ഊതപ്പെടും. ഉഖ്റ, മറ്റൊരു ഊതം. നഫ്ഖത്തൻ ഉഖ്റ, മറ്റൊരു ഊതൽ. അപ്പോ ഫൈദ, അന്നേരം ഹും, അവര് ഖിയാമുൻ, എഴുന്നേറ്റ് നിൽക്കുകയാണ്. യൻദുറൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആ നിലയിൽ വഖാല തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, ഫൈദാ നുഫിഖ ഫിന്നാർ ഫൈദാ നുഖിറ ഫിന്നാഖൂർ, നാഖൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ. ഫദാലിക, അത് യൗമഇദിൻ, അന്നേ ദിവസം. യൗമുൻ അസീർ, വളരെ ക്ലേശകരമായ ഒരു ദിനം തന്നെയാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അലൽ കാഫിരീൻ, വിശ്വാസികളുടെ മേൽ ഗൈറു യസീർ, അത്ര എളുപ്പമുള്ളതല്ലത്. വഖാല തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, വയഖൂലുന, അവർ പറയും, സിട്ടികൾ, നിഷേധികൾ പറയും, മത്താ ഹാദൽ വഅദു, ആ വാഗ്ദാനത്തിന്റെ ദിവസം എന്നാണ്? ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് എന്നാണെന്ന് പറയും. പക്ഷേ മാ യൻദുറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ, ഒറ്റ ഒരു അട്ടഹാസത്തെ അല്ലാതെ. തഅഖുദുഹും, അത് അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, അവരെങ്ങനെയായിരിക്കെ? പരസ്പരം ശണ്ട കൂടിക്കൊണ്ടിരിക്കെ, വഴക്കിട്ടുകൊണ്ടിരിക്കെ, അശ്രദ്ധമായ രൂപത്തിൽ അവരെ ആ അട്ടഹാസം പിടികൂടും. അപ്പൊ ഫലാ യസ്തതിഊന തൗസിയത്തൻ, അവർക്ക് വസിയത്ത് ചെയ്യാൻ സാധ്യമാവുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്കൊന്ന് മടങ്ങിപ്പോയി പറയാനും അവർക്ക് സാധ്യമാവുകയില്ല. വനുഫിഖ ഫിസ്സൂരി, സൂറിലൂതപ്പെടും. ഫൈദാ, അന്നേരത്തുഹും അവർ, മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്നും, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കിലേക്ക്, യൻസിലൂൻ, ഇഴഞ്ഞു നീങ്ങുന്നവരായിരിക്കും, ചിതലുകൾ നീങ്ങുന്നത് പോലെ. ഖാലു, അവർ പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. മൻ, ആരാണ് ബഅസന, നമ്മളെ യാത്രയാക്കിയത്, ഉണർത്തിയത്, മിൻ മർഖദിന ഹാദാ, നമ്മുടെ ഈ ഉറക്കിൽ നിന്നും ഉണർത്തിയത് ആരാണ്? അള്ളാഹു പറയാണ്, ഹാദാ, ഇത് മാ വഅദർ റഹ്മാനു, റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത ദിവസമാണ്. സദഖൽ മുർസലൂൻ, മുർസലുകൾ സത്യം പറഞ്ഞ ദിവസവുമാണ്. ആ ദിവസം വന്നണഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫലൗലം യക്കുൻ ബൈന യദയിൽ മൗത, മരിച്ചവരുടെ ഇടയിൽ ഇല്ലായിരുന്നു എങ്കിൽ, ഇല്ലാഹുവ തിൽക്കൽ നഫ്ഖത്തു, ഈ നഫ്ഖത്ത് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും, ലക്കാന ദാലിക, അതാകും.
ജദീറൻ അർഹമായതാകും ബി അൻ യുത്തഖ തഖ്വ ചെയ്യപ്പെടുന്നതിന് ഏറ്റവും അർഹത ഇത് തന്നെ മതി. ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ തഖ്വ ചെയ്യും. കാരണം ഫൈനായിദിൻ നഫ്ഖത്തുൻ ഒരു ഊത്താണ്, വസൈഹത്തുൻ ഒരു അട്ടഹാസവുമാണ്, യസ്ഫഖു ബിഹാ ഇതുകൊണ്ട് മരിച്ചു വീഴും മൻഫിസ് സമാവാതി വൽ അർദ്. യസ്ഫഖു എന്ന് പറഞ്ഞാൽ യഹനി, അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് യമൂത്തൂന ബിഹാന്ന, അതുകൊണ്ട് അവർ മരിച്ചു വീഴും. ഇല്ലാ മൻ ഷാ അള്ളാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചവരൊഴികെ. അത് ബഅദുൽ മലായികയിൽ ചില മലക്കുകളാണ് മരിക്കാത്തത്. വലുതാർക്ക് ഇക്കാരണത്താൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കൈഫ അൻഅമു ഞാൻ എങ്ങനെ ആസ്വദിക്കും, ഏതവസ്ഥയിൽ, വസാഹിബു സൂരി സൂറിന്റെ ഉടമ അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഖദിൽതഖമൽ ഖർന ആ കർണിനെ ആ കാഹളത്തിനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. വഹനൽ ജബ്ഹത നെറ്റി അല്പം ചരിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്ഹാബിൽ ഇതിന് അനുവാദത്തിന് വേണ്ടി ആ മലക്ക് ഇങ്ങനെ കാതോർക്കുകയാണ്. എന്തൊന്നൊരു പ്രതീക്ഷിക്കുന്ന നിലയിൽ മത്ത എപ്പോഴാണ് ഉമറു ഊതാൻ അയാളോട് കൽപ്പിക്കപ്പെടുന്നത്. ഫയൻഫുഹു അപ്പോഴാ മലക്ക് ഊതും. ഹദീസ് സഹിയായ ഹദീസ, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി പോലുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബിതങ്ങൾ ആ ചിന്തയിലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല മുഖാത്തിൽ, ഇമാം മുഖാത്തിൽ പറയുന്നു, അസൂർ സൂർ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖർനു ഒരു സൈസ് കൊമ്പാണ്. വദാലിക അത് അന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം വാദിഉൻ ഫാഹു അദ്ദേഹത്തിന്റെ വായ അവിടെ വെച്ചിരിക്കുകയാണ്. അലൽ ഖർനി അത് ആ ഖർനില് ഹൈഅത്തിൽ ബൂഖി ഈ ബൂക്ക് എന്ന് പറഞ്ഞാൽ ഊതുന്ന സാധനം അതിന്റെ അതുപോലെ അതിനെ വായിൽ വെക്കുന്നത് പോലെ. ദാഹിറത്തു റഅസിൽ ഖർനി ഈ കൊമ്പിന്റെ റഅസിന്റെ പിന്നെ വൃത്തം അതിന്റെ വായിൽ വെക്കുന്ന ആ ഭാഗത്തിന്റെ വൃത്തം കഅർളി സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ വീതി പോലെ. അപ്പൊ ഇസ്രാഫീലിന്റെ മുഴുപ്പത്തിലായിരിക്കും. അദ്ദേഹം ഷാഹിസുൻ ബസറഹു അദ്ദേഹത്തിന്റെ കണ്ണിനെ ഉയർത്തി നിൽക്കുക നഹ്വൽ അർശ് അർശിന്റെ ഭാഗത്തേക്ക്. എന്തെന്നിറു അദ്ദേഹം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മത്തായു ഉമറു എപ്പോഴാണ് അദ്ദേഹത്തിനോട് കൽപ്പിക്കപ്പെടുന്നത്. ഫയൻഫുഹു നഫ്ഖത്തുൽ ഊല അപ്പോ ഒന്നാമത്തെ ഊതൽ ഊതപ്പെടും. ഫൈദാ നുഫിഖ അങ്ങനെ ഒന്നാമത്തെ ഊതൽ ഊതൽപ്പെട്ടാൽ ആകാശഭൂമികളുള്ളതെല്ലാം മരിച്ചു വീഴും. ഐ മാത്ത കുല്ലു ഹയവാനിൻ മിൻ ഷിദ്ദത്തിൽ ഫസാൽ പരിഭ്രാന്തിയുടെ കാഠിന്യതയാൽ. ഇല്ലാ മൻഷാ അള്ളാഹ് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരൊഴികെ ചിലത് പോകത്തില്ല. വഹുവ ഉദ്ദേശിച്ചവരാരാണ് മരിക്കാത്തവർ? ജിബ്രീലു മീകായിലു ഇസ്രാഫീലു മലക്കുൽ മൗത്തി. സുമ പിന്നീട് യഅ്മുറു അള്ളാഹു കൽപ്പിക്കും മലക്കൽ മൗത്ത് അലൈഹി സ്വലാമിനോട് കൽപ്പിക്കും അൻ യഖ്ബില റൂഹ ജിബ്രീല ജിബ്രീലിന്റെ റൂഹ് പിടിക്കാൻ. സുമ്മ റൂഹ മീകായില സുമ്മ റൂഹ ഇസ്രാഫീല ഓരോ മലക്കിന്റെ റൂഹ് പിടിക്കാൻ. സുമ്മ പിന്നീട് യഅ്മുറു അള്ളാഹു കൽപ്പിക്കും മലക്കൽ മൗത്തിനോട് അദ്ദേഹത്തിന് സ്വന്തം റൂഹ് പിടിക്കാൻ. അങ്ങനെ ഫയമൂത്തു മലക്കുൽ മൗത്ത് മരിക്കും. സുമ്മ പിന്നീട് യൽബസുൽ ഖൽഖു സിട്ടികൾ ഇങ്ങനെ കഴിഞ്ഞുകൂടും. ബഅദൻ നഫ്ഖത്തുൽ ഊല ഒന്നാമത്തെ ഊതലിന് ശേഷം ഫിൽ ബർസഖ് ആലമുൽ ബർസഖിൽ 40 സനത്തൻ 40 വർഷം കഴിഞ്ഞുകൂടും. സുമ്മ യുഹയില്ലാഹു തആല പിന്നീട് അല്ലാഹു തആല ജീവിപ്പിക്കും ഇസ്രാഫീൽ അലൈഹി സ്വലാമിനെ ജീവിപ്പിക്കും. അങ്ങനെ ഫയഅ്മുറുഹു അദ്ദേഹത്തിനോട് അള്ളാഹു കൽപ്പിക്കും. അങ്ങനെ കൽപ്പിക്കുമ്പോൾ എന്തിനാ കൽപ്പിക്കുന്നത്? സാനിയത്ത രണ്ടാമത്തെ ഊതൽ ഊതാൻ. ഫദാലിക അതാണ് ഖൗലുഹു തആല സുമ്മ നുഫിഖ ഫീഹി ഉഖറാ പിന്നീട് അതിൽ ഊതപ്പെടും മറ്റൊരു ഊത്ത് എന്ന് പറഞ്ഞ് ഇതാണ്. ഫൈദ അന്നേരത്തുഹും ജനങ്ങൾ സിട്ടികൾ ഖിയാമുൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യൻദുറൂൻ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അല അർജുലിഹിം അവരുടെ കാലുകളുടെ മേൽ. യൻദുറൂന അവരിങ്ങനെ നോക്കുകയാണ്. ഇലൽ ബഅസി ആ പുനരുദ്ധാരണത്തിലേക്ക്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർളി ഹൈന ബുഅസ ഇലയ്യ എൻ്റെ അടുക്കലേക്ക് വഹി അയക്കപ്പെട്ട ദിവസത്തിൽ തന്നെ എന്നെ നബിയായി അയക്കപ്പെട്ട ദിവസം തന്നെ എന്നിലേക്ക് റിസാലത്തിന്റെ ബിഅസത്തുണ്ടായ ദിവസം തന്നെ ബുഅസ ഇലാ സാഹിബ് സൂരിലേക്കും ബിഅസത്തുണ്ടായി. നബിതങ്ങളിലേക്ക് ബിഅസത്തുണ്ടായത് എപ്പോഴാണ്? ആദമു ബൈനൽ മാഇ വത്തീൻ അപ്പോഴാണ്. ആദം നബി അലൈഹി സ്വലാമിനെ പഠിക്കുന്നതിന് മുമ്പാണ്. അന്ന് തന്നെ സാഹിബ് സൂറിലേക്ക് ബിഅസത്തുണ്ടായി. അങ്ങനെ ഫഹുവാ ബിഹി ഇലാ ഫീഹി അദ്ദേഹം ആ സൂറ് കൊണ്ട് ഉദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ വായിലേക്ക്, അഥവാ വായിൽ സൂറ് വെച്ചു എന്നർത്ഥം. അഹ്വ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. കദ്ദമരിജിനെ ഒരു കാലം അദ്ദേഹം മുന്തിച്ചു, വാഖറ ഉഖറ വേറൊരു കാലം പിന്തിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മത്തായി ഉമർ അദ്ദേഹത്തിനോട് എപ്പോഴാണ് കൽപ്പിക്കപ്പെടുന്നത്? ബിൻ നഫ്ഖി അല അറിയുക ഫത്തഖുൻ നഫ്ഖത ആ ഊതലിനെ നിങ്ങൾ സൂക്ഷിക്കുന്നെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.